ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് അടുക്കള സൂത്രങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ, പക്ഷേ വളരെ യൂസ്ഫുൾ ആണ്. സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും പറയുന്നത് പോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് നോക്കാം. നമ്മൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങുമ്പം ഇതുപോലെയുള്ള സ്റ്റിക്കറുകൾ ഉണ്ടാവാറുണ്ടല്ലേ. ഇത് കളയാനായിട്ട് മിക്ക ആളുകളും വെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ട് സ്ക്രബ്ബറൊക്കെ ഇട്ട് ഉരച്ച് കളയാറുണ്ട്. പക്ഷേ നല്ലതുപോലെ പോകില്ല. അത് ഇതുപോലൊക്കെ ഇരിക്കും. പിന്നെ നമ്മൾ ഈ പാത്രം ഉപയോഗിക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും അല്ലേ. ഇപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ടു നോക്ക്. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിക്കർ റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. അതിനായിട്ട് നമുക്കത് ഇതുപോലെ ബർണർ ഒന്ന് കത്തിച്ചെടുക്കാം. അതല്ലെങ്കിൽ സിഗരറ്റ് ലൈറ്റർ ഉണ്ടല്ലോ, അതൊന്ന് കത്തിച്ചിട്ട് നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രം അതിന് മുകളിൽ കുറച്ച് നേരം ഒന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിക്കർ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. സ്റ്റീലിൻ്റെ പാത്രമായിട്ട് പെട്ടെന്ന് ചൂടാവും. കൈ പൊള്ളാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ഒരു കൊടിൽ പിടിക്കാനായിട്ട് മറക്കരുതേ. ചൂടടിക്കുമ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന ഗമ്മ് നല്ലതുപോലെ ചൂടായിട്ട് ഉരുകാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റീലിൻ്റെയും അലൂമിനിയത്തിൻ്റെയും ഗ്ലാസിൻ്റെയൊക്കെ മുകളിലുള്ള സ്റ്റിക്കർ റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കിയാലോ. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയുള്ള സ്റ്റിക്കർ പൊട്ടുകൾ ഉണ്ടാകാറുണ്ടല്ലേ. ഈ പൊട്ടുകളെ നെറ്റിയിൽ തൊടാൻ മാത്രമല്ല, ഇതുകൊണ്ട് കുറേയേറെ ഉപയോഗങ്ങളുണ്ട്. ഇന്ന് ഞാൻ ഒരു ഉപയോഗമാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ഒരുപാട് സ്വിച്ചുകളുള്ള സ്വിച്ച് ബോർഡ് ഉണ്ടാകാറുണ്ടല്ലേ. ഇതിലെ പല സ്വിച്ചുകളും വർക്കിംഗ് ആയിരിക്കത്തില്ല. ചില സ്വിച്ചുകളൊക്കെ ഡെമ്മി സ്വിച്ചുകളായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റായിട്ടുള്ള ലൈറ്റിൻ്റെ സ്വിച്ച് അറിയാത്തത് കൊണ്ട് എല്ലാം ഓണാക്കേണ്ടി വരാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്കർ പൊട്ട് ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ പുറത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ലൈറ്റിൻ്റെ സ്വിച്ച് ഓണാക്കാനും കഴിയും. സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്, പക്ഷേ പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് വളരെ ഉപകാരപ്രദമാവും കേട്ടോ. അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ചും ജോലിക്ക് പോകുന്നവർക്കൊക്കെ നമ്മൾ മിക്കപ്പോഴും മാവ് അരച്ച് 2-3 ദിവസത്തേക്ക് വെക്കാറുണ്ടല്ലേ. പക്ഷേ ആദ്യത്തെ ദിവസം കഴിയുമ്പോൾ മാവ് നല്ലപോലെ പുളിച്ചു പോയിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാറില്ല. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഒരു പച്ചമുളക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിൽ വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മാവ് പുളിച്ചു പോവില്ല കേട്ടോ. ഒരാഴ്ചത്തേക്കൊക്കെ മാവ് അരച്ച് വെക്കുന്നവർക്ക് തീർച്ചയായും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ഈ ഒരു ചൂട് സമയത്ത് മാവൊക്കെ വളരെ വേഗം പുളിച്ചു പോകും. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് തമ്പനയിലിൽ കണ്ടതുപോലെ അഴുക്ക് പിടിച്ച സോഫ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കർപ്പൂരം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇളം ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ കർപ്പൂരം പെട്ടെന്ന് അലിഞ്ഞു കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം എടുത്തിരിക്കുന്നത്. ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സോഫയും ബെഡും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മൂത്രമൊക്കെ വീണ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല പാടാണ്. അങ്ങനെ കുഞ്ഞു കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ. ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല. ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് ഒരടപ്പ് വിനാഗിരിയാണ് കേട്ടോ. അച്ചാറൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സുർക്കയുണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. ഒരടപ്പേ എടുക്കുന്നുള്ളൂ, വളരെ കൂടുതൽ വേണ്ട. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം ഷാമ്പു ചേർത്ത് കൊടുക്കാം. ഏത് ഷാമ്പു വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഷാമ്പു ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ബെഡിനായാലും സോഫയ്ക്കായാലും നല്ലൊരു മണം ഉണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിൽ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേർത്തിരിക്കുന്നത് കൊണ്ട് മൂത്രത്തിൻ്റെയൊക്കെ സ്മെല്ലുണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ അതേ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സോഫ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ സോഫയുടെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ സോഫയിലിരുന്ന് സ്നാക്സൊക്കെ കഴിച്ചിട്ട് അതെല്ലാം സോഫയിലായി ചെറിയ പ്രാണികളും എറുമ്പും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി സോഫ ക്ലീനാക്കി ഇടുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പുതിയതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും. ഇതുപോലെ വിടവുകളൊക്കെയുള്ള സോഫയാണെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല പാടാണ്. ഇതിൻ്റെ ഇടയിൽ പോയിരിക്കുന്ന അഴുക്കും പൊടിയും ഒക്കെ തന്നെ നമ്മൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തെടുത്താലും നല്ല രീതിയിൽ ശരിയായിട്ട് കിട്ടുകയില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാക്വം ക്ലീനറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങൾ ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
ഇപ്പം നമ്മൾ സോഫയിലുള്ള പൊടിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പീസ് കോട്ടൻ്റെ തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുക്കറിൻ്റെ അടപ്പാണ്. കുക്കറിൻ്റെ അടപ്പിന് പിടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പിലുള്ള ആ ഒരു വാഷറും വിസിലും ഒക്കെ മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മളെടുത്ത ആ ഒരു കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു വെള്ളത്തിൽ മുക്കി നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ഈ ഒരു രീതിയിൽ നിങ്ങൾ സോഫയായാലും ബെഡായാലും ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് പോകില്ല. ഏത് മെറ്റീരിയലിൽ നിർമ്മിച്ച സോഫയാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാൻ ആ തുണി നല്ലതുപോലെ പിഴിഞ്ഞ് അതിലുള്ള വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വിടർത്തിയിട്ടതിന് ശേഷം ഇതിന് മുകളിൽ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ആ ഒരു കുക്കറിൻ്റെ അടപ്പിന് 4 ചുറ്റുമുള്ള തുണി ഇതുപോലെ കൂട്ടിപ്പിടിച്ച് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുക്കറിൻ്റെ വിസിലിടുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ തുണിയെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ടൈറ്റായിട്ട് ഇരുന്നോളും. മാത്രവുമല്ല കുക്കറിന് ഹാൻഡിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് പിടിച്ച് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും കഴിയും. ഈ ഒരു രീതിയിലാവുമ്പം ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ സോഫയ്ക്കുള്ളിലേക്ക് പോകില്ല. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് സോഫയായാലും ബെഡായാലും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു തുണി അഴിച്ചു മാറ്റിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു സൊല്യൂഷനിൽ മുക്കി നല്ലതുപോലെ പിഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് തുടച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കുക്കറിൻ്റെ അടപ്പായതുകൊണ്ട് ഇതുപോലെയുള്ള വിടവുകളുടെയൊക്കെ ഉള്ളിലേക്ക് കടർത്തിയും നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്ത് വീട് ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ റെഡിയാക്കി കുഞ്ഞുങ്ങളുടെ കൈ കൊടുത്താൽ അവർ തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുത്തോളും. ഈ രീതിയിലൊക്കെ ആകുമ്പോൾ അവർക്കും ഒരു കൗതുകമായിരിക്കും. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുതേ. പേഴ്സണലി എനിക്ക് ഈ ഒരു ടിപ്പ് വളരെയേറെ ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോഫയും ബെഡും ഒക്കെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. ഞാൻ ക്ലീൻ ചെയ്തെടുത്ത ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ സോഫയിൽ പറ്റി പിടിച്ചിട്ടില്ല. മാത്രവുമല്ല സോഫയിലുണ്ടായിരുന്ന അഴുക്കുകൾ നിശേഷമായിട്ട് നമ്മുടെ ആ ഒരു തുണിയിൽ പിടിച്ചിട്ടുമുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതേ നോക്കിയ ഇത്രത്തോളം അഴുക്കാണ് ആ ഒരു തുണിയിൽ പറ്റി പിടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു തുണി മാറ്റിയിട്ട് വീണ്ടും നമുക്ക് ആ ഒരു വെള്ളത്തിൽ മുക്കിയതിന് ശേഷം തുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിൽ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല ടിപ്പുകൾ അറിയാമെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ തീർച്ചയായും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു പുതിയ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തുകയുള്ളൂ. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തോളൂ. ഇനി നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. വീണ്ടും നമുക്ക് ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.